നിങ്ങൾക്ക് തടി കുറയ്ക്കണമെങ്കിൽ രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ കുറച്ച് നാരങ്ങ നീര് കുടിക്കുക. നാരങ്ങ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ തേൻ കുടിച്ചാൽ മതി. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേൻ ഒറ്റിച്ച് അത് എല്ലാ ദിവസവും കുടിക്കുകയാണെന്നുണ്ടെങ്കിലും കുടവയറ് കുറയ്ക്കാൻ പറ്റും, തടി കുറയ്ക്കാൻ പറ്റും. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ നീക്കുക, ഗ്രീൻ ടീ കുടിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇതേപോലെ വെയിറ്റ് കുറയ്ക്കുന്ന പലതരത്തിലുള്ള ടിപ്സും ട്രിക്സും നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടാവും, വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ നോക്കിയിട്ടും ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള വെയിറ്റ് ലോസ് ടിപ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സയൻറ്റിഫിക് ബേസിസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത് 10ൽ കൂടുതൽ ഇത്തരത്തിലുള്ള വെയിറ്റ് ലോസ് ടിപ്സിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്താണെന്ന് നോക്കാനും നിങ്ങൾ ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യണോ വേണ്ടേ, നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ കളയാണോ, പൈസ വെറുതെ ചിലവാക്കുകയാണോ, അതോ ഇത്തരത്തിലുള്ള ടിപ്സിനെ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഭാരം കുറയ്ക്കാനും ഫാറ്റ് കുറയ്ക്കാനും കുടവേറ് കളയാനൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് റേറ്റ് കൂട്ടാൻ സാധിക്കും, നിങ്ങൾ വിചാരിച്ച റേഞ്ചിലേക്ക് നിങ്ങളുടെ വെയിറ്റ് എത്തിക്കാനും സാധിക്കും. അതിനുവേണ്ടി ഞാനൊരു ഓൺലൈൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഓൺലൈൻ കോഴ്സിലുള്ള വീഡിയോസ് കാണുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഓൺലൈൻ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ഷൻ നിങ്ങളുടെ ഭാഗം തന്നെ ഉണ്ടാവണം. ഈ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഓൺലൈൻ കോഴ്സിൻ്റെ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ആദ്യത്തെ പോപ്പുലർ ആയിട്ടുള്ള ടിപ്പിലേക്ക് വരാം. വെറും വയറ്റിൽ നാരങ്ങ നീര് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയില്ലേ? ഇനി ഇതിൻ്റെ സയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇഫക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരെണ്ണം LHJF ആയിരുന്നു, അതായത് ലെമൺ ഹണി ജ്യൂസ് ഫാസ്റ്റിംഗ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഇവർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കഴിച്ച ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് ലെമൺ ജ്യൂസും ഹണിയായിരുന്നു. ഈ സ്റ്റഡി കഴിഞ്ഞ സമയത്ത് ഇവരുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ലോങ് ടേം ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള ലോങ് ടേം സ്റ്റഡി നടത്തിയിട്ടുള്ളത് മനുഷ്യന്മാരിലല്ല, എലികളിലാണ്. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് മാത്രമായിരിക്കില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. പലതരത്തിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിൽ ഏറ്റവും കുറഞ്ഞ എവിഡൻസ് ഉള്ള ഒരെണ്ണമാണ് രാവിലെ വെറും വയറ്റിൽ ലെമൺ ജ്യൂസ് കഴിക്കുക എന്നുള്ളത്. ലെമൺ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാവാം, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, നെഞ്ചരിച്ചിലുണ്ടാവാം. ഇനി ഓൾറെഡി അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരുന്നും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് കൂടാതെ വേറെ കുറേ ടിപ്സ് ഇനി വരുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്പ്, ഇതും വളരെ പോപ്പുലറാണ്, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ടിപ്പ് വേണമെങ്കിൽ ഇതാണെന്ന് പറയാം. രാവിലെ വെറും വയറ്റിൽ തേൻ കുടിക്കുക. 1-2 സ്പൂണിലാക്കിയിട്ട് കുടിക്കുന്നവരുണ്ട്. ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ കുടിക്കുന്നവരുണ്ട്. തേൻ ഇങ്ങനെ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയോ എന്നുള്ളത് കണ്ടുപിടിക്കാനും പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള സ്റ്റഡീസും നോക്കിയതിന് ശേഷം കൺക്ലൂഷൻ ഇതാണ്: ഹണി എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, അതായത് തടി കുറയ്ക്കുന്നതിനേക്കാളും കൂടുതൽ വെയിറ്റ് ഗെയിന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണോ അത് കൂടിപ്പോവാതെ നോക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഫാറ്റ് അക്യുമുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഹണി കുടിക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസ് കൂടുതലാണെങ്കിൽ അത് നമ്മളുടെ ബോഡിയിൽ ഭാവിയിലേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ ഫാറ്റിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നത് അത് കുറച്ച് നിർത്താനും ഹണി യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ ചില സ്റ്റഡീസിൽ പറയുന്നത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഹണി നല്ലതാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നല്ലതാണ്, ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഹണി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും കിട്ടണമെങ്കിൽ ഒരു നേരം മാത്രം ഹണി കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഹണി സ്വിച്ച് ചെയ്യണം. അതായത് നിങ്ങൾ വീട്ടിൽ പഞ്ചസാര എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതിന് പകരം ഹണി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹണി ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും, പഞ്ചസാരേൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതിനനുസരിച്ച് മാത്രമേ ഹണീൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുകയുള്ളൂ. ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പോകുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള തേന് കണ്ടുപിടിക്കാനാണ്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അധിക ഹണി ബ്രാൻഡ്സും അത് ഒറിജിനൽ അല്ല. തേൻ ഒറിജിനലാണോ അല്ലേ, തേനിൻ്റെ ക്വാളിറ്റി ഇത് കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേറെ കുറേ വഴികളുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങളല്ല. അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ മിസ്സാവാതെ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിൻ്റെ വലുപ്പം കുറയ്ക്കുക എന്നുള്ളതാണ്. വലിയ പ്ലേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ തരത്തിലുള്ള പ്ലേറ്റ് ഉപയോഗിക്കുക. ഒരു വലിയ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു ചെറിയ പ്ലേറ്റിൽ നിറച്ച് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ഉണ്ടാവും. ആ ഭക്ഷണം ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇത് പ്രൂവ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 2 മെത്തേഡിനേക്കാളും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്
ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങളുടെ ബോഡിയിലുള്ള ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വേ പ്രോട്ടീൻ ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, സോയ് പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ അധികം ആൾക്കാരും കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. ഇതിന് പകരം നമ്മളെല്ലാവരും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മളുടെ ബോഡിയിൽ എത്തിയതിന് ശേഷം ഫാറ്റായിട്ട് മാറുന്നതും. ഈ ഫാറ്റാണ് നമ്മളുടെ ലിവറിൽ ഫാറ്റി ലിവറായിട്ടും കുടവയറിൽ ഫാറ്റ് ടിഷ്യൂ ആയിട്ടും നമ്മളെ വെയിറ്റ് കൂട്ടുന്നതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ ഫാറ്റാണ്. പലതരത്തിലുള്ള സ്റ്റഡീസിലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിന് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ബോഡി ഫാറ്റ് 6% വരെ കുറയ്ക്കാൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് ചോറ്, അരിഭക്ഷണം, ഗോതമ്പ്, ധാന്യങ്ങൾ, മൈദ, ആട്ട, അരിപ്പൊടി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. പ്രോട്ടീൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണം. ഇനി വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടേണ്ടി വരും. സ്പ്രൗട്ടഡ് അല്ലെങ്കിൽ മുളപ്പിച്ച പയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രോട്ടീൻ കിട്ടാം. ഏറ്റവും നല്ലത് നമ്മളുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ അധികം ആൾക്കാർക്കും അത്രയും പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് പോസിബിൾ അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി ഭക്ഷണത്തിൽ തീരെ പ്രോട്ടീൻ എടുക്കാതെ വെറും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് തീരെ റെക്കമെൻഡഡ് അല്ല. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ 10ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ പ്രോട്ടീൻ കഴിക്കാം, മറ്റെന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ, ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമാണോ, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണോ ക്രിയാറ്റിൻ ആണോ നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലൊക്കെ കാണാവുന്നതാണ്. മറ്റൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് പറയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിലും കഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുക. അധികം ആൾക്കാർക്കും ഇപ്പോൾ സമയം കിട്ടാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ലഞ്ച് ആണെന്നുണ്ടെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭക്ഷണം തീർക്കുന്നുണ്ടാവും. അങ്ങനെ സ്പീഡിൽ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ആ ഭക്ഷണം എത്തുന്നത് പ്രോപ്പർലി ഡൈജസ്റ്റഡ് ആവാതെയാണ്. നേരെ മറിച്ച് 15 മിനിറ്റോ അതിൽ കൂടുതലോ സമയമെടുത്ത് സ്ലോലി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ആസ്വദിച്ച് ചവച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിൽ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും തന്നെ അത് എങ്കിലും ഡൈജസ്റ്റഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. എബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കും. പലതരത്തിലുള്ള സ്റ്റഡീസിലും ഇത് ഇഫക്റ്റീവ് ആണെന്ന് കണ്ടിട്ടുണ്ട്. ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും സ്ലോലി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കോമ്പറ്റീഷൻ അല്ല നടത്തേണ്ടത്. ഭക്ഷണം ആസ്വദിച്ച് എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ ചെറുപ്പം തൊട്ടിട്ടേ തുടങ്ങി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലുതാവുന്ന സമയത്ത് ഒബീസിറ്റി, ഓവർ വെയിറ്റ് ഒക്കെ വരുന്നതും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സ്ലോലി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ലെപ്റ്റിൻ, ഗ്രലിൻ, ഇൻസുലിൻ പലതരത്തിലുള്ള ഹോർമോണിൻ്റെ ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഹോർമോൺസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അധികം ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേയും വെള്ളം കുടിക്കുന്നതാണ്. അധികം ആൾക്കാർ പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്നാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടൊന്നുമല്ല, ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഫക്റ്റാണ് വെള്ളം കുടിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഡയറക്റ്റ് സ്റ്റൊമക്കിൽ പോയി അവിടെ സ്റ്റക്കായി കിട്ടി നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ അധികം ആൾക്കാരും ഇങ്ങനെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേയും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, മിനിമം ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫുൾനെസ് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ അവർ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാം. നിങ്ങളുടെ ബോഡിയിൽ ഭക്ഷണം എത്തിയതിന് ശേഷം പലതരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും വെള്ളം വേണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല, വെള്ളം കുടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു ടിപ്പാണ് ഗ്രീൻ ടീ കുടിക്കുന്നതും ബ്ലാക്ക് കോഫി കുടിക്കുന്നതും. ഗ്രീൻ ടീയും ബ്ലാക്ക് കോഫിയും വർക്ക് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലാണ്. ബ്ലാക്ക് കോഫിയിൽ കഫീൻ ഉണ്ട്. കഫീൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു നല്ല സ്റ്റിമുലൻ്റ് ആണ്. ഗ്രീൻ ടീയിൽ ചെറിയ രീതിയിൽ കഫീനും ഉണ്ട്. അതുകൂടാതെ കാറ്റക്കീൻസ് എന്ന് പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഉണ്ട്. പക്ഷേ ഗ്രീൻ ടീ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് കോഫി ആണെന്നുണ്ടെങ്കിലും ഇത് കുടിക്കുന്ന സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യാതെ കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കോഫീൻ്റെ പ്രോപ്പർ ടേസ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാതെ കുടിച്ചു നോക്കുക. ഗ്രീൻ ടീ ഒറിജിനലി കുടിക്കേണ്ടത് പഞ്ചസാര ആഡ് ചെയ്യാതെയാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ
കോഫി ആണെന്നുണ്ടെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും അത് കുടിക്കുന്നതിൻ്റെ സമയമാണ്. ഒരു കാരണവശാലും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയൊന്നും കോഫി കുടിക്കരുത്. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയാം, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാം. ഇതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷേ തിയററ്റിക്കലി പോസിബിൾ ആണ്. ഒരു ദിവസം 2 ഗ്രീൻ ടീ വരെയൊക്കെ കുടിക്കാം. ഗ്രീൻ ടീനെ കുറിച്ചും കോഫീനെ കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ആ വീഡിയോസിനൊക്കെ ലിങ്ക് കാണാവുന്നതാണ്. വെയിറ്റ് ലോസിന് വേണ്ടി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാഴ്ചത്തേക്കുള്ള ഡയറ്റിൻ്റെ മെനു നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു 10-20 മിനിറ്റ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടെ ഇരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാഴ്ചത്തേക്ക് മൺഡേ മുതൽ സൺഡേ വരെയുള്ള ഓരോ നേരത്തെയും ഭക്ഷണം എന്താണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചു വെക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ ഇനി വാങ്ങിക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല കൺഫ്യൂഷൻസും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇത്തരത്തിലൊരു ഡയറ്റിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ്. കുട്ടികളുള്ള വീട്ടിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അധിക വീട്ടിലും അമ്മമാർക്ക് അടുത്ത ദിവസം കുട്ടികൾക്ക് സ്നാക്കിന് എന്താണ് കൊടുത്തു വിടേണ്ടത്, ലഞ്ച് ബോക്സിൽ എന്താണ് കൊടുത്തു വിടേണ്ടത്, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനും ഇങ്ങനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. എല്ലാ ദിവസവും അരി ഭക്ഷണവും ഗോതമ്പും കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മില്ലറ്റ്സ് ആഡ് ചെയ്യാം. ഒരു ദിവസം 3 മീൽസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരാഴ്ചത്തേക്ക് 21 മീൽസാണുള്ളത്. ആ 21 മീൽസും അരിഭക്ഷണം ആക്കുന്നതിന് പകരം നിങ്ങൾക്ക് അതിൽ 5-6 എണ്ണം മില്ലറ്റ്സ് ആക്കാം. 2 നേരം ഫ്രൂട്ട്സ് മാത്രം ആക്കാം, 2 നേരം ഓട്സ് ആക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാം. ഇനി ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് വെയിറ്റ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറിക്കായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു തരുന്നതായിരിക്കും. ആ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഡിന്നർ ടൈം നേരത്തെ ആക്കുന്നതാണ്. സൺസെറ്റിന് മുമ്പേ 7 മണിന് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നർ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ അവസാനത്തെ ഭക്ഷണമാണ് ഞാൻ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 9 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് 14 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് കിട്ടി. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് വെയിറ്റ് ലോസിന് വേണ്ടി. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ 10-ൽ കൂടുതൽ വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് രൂപത്തിൽ അത് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ അറിയാൻ ആ വീഡിയോസും തീർച്ചയായിട്ടും കാണുക. ഇങ്ങനെ വെയിറ്റ് ലോസിന് പല തരത്തിലുള്ള ടിപ്സും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ദിവസം ട്രൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. സ്ലോലി നിങ്ങളുടെ ലൈഫിൽ ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ചില ടിപ്സ് ഉണ്ടാവും, അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്തത് ഒഴിവാക്കുക, നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെറും ഭക്ഷണത്തിനെ കുറിച്ചാണ് കവർ ചെയ്തത്. പക്ഷേ നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾ വിചാരിച്ച വെയിറ്റ് ലെവലിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എയറോബിക് എക്സസൈസും വെയിറ്റ് ലിഫ്റ്റിങ്ങും സ്ട്രെച്ചിങ്ങും യോഗ ഇത്തരത്തിലുള്ള എല്ലാ എക്സസൈസിൻ്റെയും കോമ്പിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങളുടെ ഓവറോൾ ലൈഫ് സ്പാൻ കൂട്ടാനും നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് കൂട്ടാനും എക്സസൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാത്ത മറ്റ് പലതരത്തിലുള്ള ടിപ്സ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും. പഴങ്കഞ്ഞി എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? ഗാർലിക്കിനെ കൊണ്ട് വെയിറ്റ് ലോസ് പോസിബിൾ ആണോ? ഇങ്ങനത്തെ പല വിഷയത്തിനെക്കുറിച്ചും ഞാൻ വീഡിയോസ് മുമ്പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ടിപ്സിനെ കുറിച്ചും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വെയിറ്റ് ലോസിന് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഫക്റ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ലോസിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ എനിക്കും ആദ്യം വെയിറ്റ് കൂടുതലായിരുന്നു. 85 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടി കാണുക. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.